ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഡിറ്റ് പ്ലാനിംഗ് എന്ന സെക്ഷനാണ്. ഓഡിറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൈഡ് ഇൻ അഡ്വാൻസ് എന്നാണ്. നമ്മൾ മുൻകൂട്ടി ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പ്രോസസ്സാണ് സത്യത്തിൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ. ഈ ഓഡിറ്റ് പ്ലാനിംഗ് എന്നതിന് വേറെ പല രൂപത്തിലും അതിന് പേര് കാണാറുണ്ട്. അത് ഏതൊക്കെ നോക്കാം. ആദ്യം പ്രിലിമിനറി സ്റ്റേജ് ഓഫ് ഓഡിറ്റ് വർക്ക്, അല്ലെങ്കിൽ അതറിയപ്പെടുന്നത് പ്രീ പ്ലാൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ഓഡിറ്റ് വർക്ക് ഓർ സ്റ്റെപ്സ് ടു ബി ടേക്കൺ ബൈ ആൻ ഓഡിറ്റർ ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് ആൻ ഓഡിറ്റ്. ഈ മൂന്ന് പേരിൽ വന്നാലും എല്ലാം ഓഡിറ്റ് പ്ലാനിങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓഡിറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ആൻ ഓഡിറ്റർ മസ്റ്റ് പ്രിപ്പയർ വെൽ before he actually commences a new audit. He has to take certain steps or bears in mind certain consideration before commencing a new audit. അതായത് അദ്ദേഹം ഒരു പുതിയൊരു ഓഡിറ്റ് കമൻസ് ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹം പാലിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അദ്ദേഹം എടുക്കേണ്ട കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സിനെ പറയുന്ന പേരാണ് ഓഡിറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. The steps are known as the preliminary steps or general steps. ആ സ്റ്റെപ്സിന് പറയുന്ന പേരാണ് പ്രിലിമിനറി സ്റ്റെപ്സ് അല്ലെങ്കിൽ ജനറൽ സ്റ്റെപ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 16 സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ ആ സ്റ്റെപ്പുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഓക്കെ, ഒന്നാമത്തത് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ്. ബിഫോർ കമൻസിങ് ആൻ ഓഡിറ്റ്, the auditor should find out if his appointed is in order. In the case of a company, it is in accordance with the provision of the Companies Act. If he has been appointed in the place of a retired auditor, he should get a consent letter from the previous auditor. വളരെ സിമ്പിളാണ്. നമ്മളൊരു കമ്പനിയിൽ ആദ്യമായിട്ട് ഒരു ഓഡിറ്റിംഗ് നടത്തുന്നതിന് മുന്നേ അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു ലെറ്ററാണ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ. അദ്ദേഹത്തെ ഓഡിറ്ററായിട്ട് കമ്പനി നിയമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ. ആ ലെറ്ററിന് പറയുന്ന പേരാണ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ. എന്നാൽ അത് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, ഓഡിറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ, ഒരു ഓഡിറ്റർ മാറ്റിയിട്ട് വേറൊരു പുതിയൊരു ഓഡിറ്ററാണ് നിയമിക്കുന്നതെന്നുണ്ടെങ്കിൽ, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ലെറ്റർ, അപ്പോയിൻമെൻറ്റ് ലെറ്ററിൻ്റെ കൂടെ പഴയ ഓഡിറ്ററിൻ്റെ ഒരു കൺസെൻറ്റ് ലെറ്ററും കൂടി ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മളെ ഫസ്റ്റ് സ്റ്റേജാണ് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ്. അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി. അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത് ഓഡിറ്റർ ചെയ്യണത് എന്താണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ അയക്കും, അല്ലെങ്കിൽ ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ് എന്ന് പറയും. അപ്പോയിൻമെൻറ്റ് ലെറ്റർ തരുന്ന ആരാന്നുണ്ടെങ്കിൽ കമ്പനി ഓഡിറ്റർക്കാണ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കൽ. എന്നാൽ ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ് നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഓഡിറ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഓഡിറ്റർ അത് സ്വീകരിച്ചു, അയാൾക്ക് അവിടെ ഓഡിറ്റ് ചെയ്യാൻ സമ്മതമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൽ പാലിക്കപ്പെടേണ്ട ഡ്യൂട്ടീസ്, അദ്ദേഹത്തിൻ്റെ എഗ്രിമെൻറ്റ്സ്, അതായത് ഭാവിയിലൊരു ക്ലാഷോ കാര്യങ്ങളോ ഇല്ലാതെ ഓഡിറ്റ് വർക്ക് സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കംപ്ലീറ്റ് എഴുതുകയും അതോടൊപ്പം തന്നെ ഇവരെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ ഓഡിറ്റർ കമ്പനിക്ക് അയച്ചു കൊടുക്കും. ആ ലെറ്ററിന് പറഞ്ഞ പേരാണ് ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ്. മനസ്സിലായില്ലേ? ആദ്യം അപ്പോയിൻമെൻറ്റ് ലെറ്റർ കമ്പനിയാണ് ഓഡിറ്റർക്ക് അയച്ചു കൊടുക്കുന്നത്. രണ്ടാമത് എൻഗേജ്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ ആ ലെറ്റർ സ്വീകരിച്ചു, അയാൾക്ക് അവിടെ ഓഡിറ്റ് ചെയ്യാൻ സമ്മതമാണെന്ന് പറഞ്ഞിട്ട് ഓഡിറ്റർ അങ്ങോട്ട് തിരിച്ചയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. മൂന്നാമത് ഓഡിറ്റർ എടുക്കേണ്ട സ്റ്റെപ്പ് സ്റ്റഡി ദ നേച്ചർ, സ്കോപ്പ് ആൻഡ് ഡ്യൂട്ടീസ്. ഓഡിറ്റർ ഷുഡ് ഫൈൻഡ് ഔട്ട് ദ നേച്ചർ, സ്കോപ്പ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ്. In the case of the joints to a company, the Companies Act defined them. In the case of other firms, he should obtain defined instruction in written form his client about the nature and scope of his work and duty. This agreement contains specific instructions as to whether the auditor has to do the accountancy work or both accountancy and audit work. His remuneration at the time of completion of the work are mentioned in this agreement. നമ്മൾ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്റർ കിട്ടിയ മൂന്നാമത്തെ സ്റ്റെപ്പാണ് അദ്ദേഹം ആ കമ്പനീൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓഡിറ്റിങ്ങിൻ്റെ നേച്ചർ പറ്റി പഠിക്കും. എന്തൊക്കെയാണ് അദ്ദേഹത്തിന് അവിടെ ചെയ്യാനുള്ള ഡ്യൂട്ടി? അക്കൗണ്ടിങ് വർക്ക് ചെയ്യണോ? അക്കൗണ്ടിങ് വർക്കും പ്ലസ് ഓഡിറ്റ് വർക്കും കൂടെയാണോ ചെയ്യേണ്ടത്?
അദ്ദേഹത്തിൻ്റെ സാലറി കാര്യങ്ങൾ എല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് എപ്പോൾ തുടങ്ങിയിട്ട് എപ്പോഴാണ് അവസാനിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യും. ഇതാണ് അദ്ദേഹം മൂന്നാമത് ചെയ്യുന്ന സ്റ്റെപ്പ്. നാലാമത്തത് അക്വയർ നോളജ് അബൌട്ട് ദി ബിസിനസ് ആൻഡ് ഇറ്റ്സ് നേച്ചർ. നാലാമത് നമ്മളിപ്പോൾ ഓഡിറ്റ് ചെയ്യാൻ, നമ്മളൊരു ഓഡിറ്ററാണ് എന്ന് കരുതുക. നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫേമിൻ്റെ നേച്ചർ, അവിടെ എന്ത് ടൈപ്പ് ബിസിനസ്സാണ്, പിന്നെ ട്രേഡിംഗ് ആണോ അതല്ലെങ്കിൽ സർവീസ് സെക്ടറാണോ, ഏത് ടൈപ്പ് ബിസിനസ് ഓർഗനൈസേഷനാണ്, അതിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്, ആ ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളെ അണ്ടർസ്റ്റുഡ് ചെയ്യുക. ഓഡിറ്റർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫാക്ടറി, ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന ഫേം ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ ആ ഫാക്ടറി പോയി വിസിറ്റ് ചെയ്യാം. അങ്ങനെ വിസിറ്റ് ചെയ്ത് അവിടുത്തെ പ്രോസസ്സ്, അവിടുത്തെ എക്യുപ്മെൻറ്റ്സ്, മെറ്റീരിയൽസ്, എങ്ങനെയാണ് ലേബേഴ്സിന് യൂസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അദ്ദേഹത്തിന് വിലയിരുത്താം. അങ്ങനെയാണ് അദ്ദേഹം നോളജ് ഓഫ് ദി വർക്ക്, കമ്പനീനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അദ്ദേഹം കളക്ട് ചെയ്യുന്നത്. അതാണ് നാലാമത്തെ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പ്. അഞ്ചാമത് അദ്ദേഹം ചെയ്യേണ്ടത് വെരിഫിക്കേഷൻ ഓഫ് ലീഗൽ ഡോക്യുമെൻറ്റ്സ്. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇൻ കേസ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ മെമ്മോറാണ്ടം ഉണ്ടാവും, അതുപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടാവും. അതായത് കമ്പനീൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഴുതിയിട്ടുള്ള റെക്കോർഡ്സ്, ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചായിരിക്കും. മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും അതിനുള്ളിൽ വരുന്ന ഓരോ കാര്യങ്ങളും. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് രജിസ്റ്റേർഡ് ഫേം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരിക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. അതിലാണ് അവരെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് കമ്പനി വർക്ക് ചെയ്യേണ്ടത്, എത്രയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ളത്, എങ്ങനെയൊക്കെയാണ് ഓഡിറ്റ് നടത്തേണ്ടത്, എല്ലാ കമ്പനീൻ്റെ പ്രവർത്തനങ്ങളും കംപ്ലീറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ട് അതിൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്യൽ. ഇൻ കേസ് പാർട്ണർഷിപ്പ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന ഡോക്യുമെൻറ്റ് പാർട്ണർഷിപ്പ് ഡീഡാണ്, പാർട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ആണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ. അത് അദ്ദേഹം വെരിഫൈ ചെയ്യണം. ആറാമത് അദ്ദേഹം നോക്കണ്ടേ, ഹീ ഷുഡ് ഒബ്റ്റെയിൻ ദ ലിസ്റ്റ് ഓഫ് ഓൾ ദി ബുക്സ് മെയിൻറ്റെയിൻഡ് ഇൻ ദി ഓഫീസ്. ആ കമ്പനിയിലെ അവിടുത്തെ എല്ലാ ടൈപ്പ് ബുക്സുകളും, അക്കൗണ്ടിങ് ബുക്സുകളുണ്ടാവും, ഡേ ബുക്ക് ഉണ്ടാവും, അതുപോലെ ചെറിയ പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ടാവാം, ചെറിയ ചെറിയ പുസ്തകം, അതായത് ഈ അക്കൗണ്ട്സ് റെക്കോർഡ്സൊക്കെ രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന അവിടുത്തെ കമ്പനിയിൽ ഏതൊക്കെ ടൈപ്പ് ബുക്സാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ എല്ലാ ലിസ്റ്റും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അങ്ങനെ അദ്ദേഹം അതെല്ലാം എന്ത് ചെയ്യണം, അതിനെ ഡ്യൂലി അറ്റസ്റ്റ് ചെയ്തിട്ട് ആരാണോ അതിൻ്റെ ഓഫീസർ അതിനെ ഒഫീഷ്യലി അത് അറ്റസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് കിട്ടിയിരിക്കണം. പിന്നെ അദ്ദേഹം ചെയ്യേണ്ടത്, ഇതൊക്കെ പ്ലാൻ ചെയ്യാണ്, കിട്ടുകയല്ല, അയാൾ ഓഡിറ്റ് വർക്കിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏഴാമത്തെ സ്റ്റെപ്പ് എന്താണെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ്സ് എ ന്യൂ ഓഡിറ്റ്, ഇഫ് ഇറ്റ്സ് നോട്ട് എ ന്യൂ ഓഡിറ്റ്, ഒരു പുതിയ ഓഡിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രീവിയസ് ഇയർ ഓഡിറ്റ് നടത്തിയിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഉണ്ടാവാം. ആ ബാലൻസ് ഷീറ്റിലെ ബാലൻസ് ആയിരിക്കും ഇപ്രാവശ്യത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ബാലൻസ് ഷീറ്റ് അതുപോലെ പ്രീവിയസ് ഇയർ ഓഡിറ്റ് റിപ്പോർട്ട് അദ്ദേഹത്തിന് ചെക്ക് ചെയ്യാം, അദ്ദേഹത്തിന് വേണം, കിട്ടണം. എട്ടാമത് അദ്ദേഹം ചെയ്യേണ്ടത് എക്സാമിനിങ് അക്കൗണ്ടിങ് സിസ്റ്റം. ആ കമ്പനിയിലെ അക്കൗണ്ടിങ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എംപ്ലോയി ക്ലയൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇനി അവർ വല്ല ക്രെഡിറ്റ് പീരിയഡ് കൊടുക്കുന്നുണ്ടോ, അതല്ല ക്രെഡിറ്റ് ഒന്നും ഇല്ലാത്ത കമ്പനിയാണോ, ഫുൾ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ, അല്ലെങ്കിൽ എത്രയാണ് മിനിമം ക്യാഷ് വെക്കേണ്ടത് കമ്പനിയിൽ, അങ്ങനത്തെ എല്ലാ അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ആൻഡ് കൺട്രോൾ സിസ്റ്റം. ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റമാണ് ഉദ്ദേശിക്കുന്നത്. ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് മറ്റൊരാൾ ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്യും. ആ സിസ്റ്റത്തിന് പറഞ്ഞ പേരാണ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഒരു കമ്പനിയിലെ എല്ലാ വർക്കും കാര്യങ്ങളും കറക്റ്റ് ആണെന്നുള്ള അവർ സൂപ്പർവൈസേഴ്സ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും കാര്യങ്ങളും എഴുതി കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യാൻ അവരെ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം എങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ സ്കോപ്പ് അവിടെ ഉണ്ടോ, അങ്ങനെ നടത്തിയിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആൾക്കാർ ആരൊക്കെയാണ്, അതിൻ്റെ വിവരങ്ങളൊക്കെ അദ്ദേഹം കളക്ട് ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ അതിനുശേഷം പത്താമത് അദ്ദേഹം ചെയ്യേണ്ടത് ഡ്യൂട്ടീസ് ഓഫ് എ മെമ്പേഴ്സ് ഓഫ് ദ ക്ലയൻറ്റ് സ്റ്റാഫ്. ഇനി ക്ലയൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കമ്പനിയാണ്, കമ്പനിയിലെ ഓഡിറ്റർ എന്തെങ്കിലും ഡ്യൂട്ടീസ്, ആ ഓരോ മെമ്പേഴ്സിൻ്റെ ഡ്യൂട്ടീസ് എന്താണെന്നുള്ളത് അതിൽ വ്യക്തമായിട്ട് അയാൾ നോക്കിയിരിക്കണം. ക്ലയൻറ്റ് സ്റ്റാഫുകൾ ഏതൊക്കെയാണ് ചെയ്യണത്, അവർ ഏതൊക്കെ ബുക്സാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ അവർ ഏതൊക്കെ ബുക്സാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും കിട്ടിയിരിക്കണം. പിന്നെ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് ലിസ്റ്റ് ഓഫ് പ്രിൻസിപ്പൽ ഒഫീഷ്യൽസ്. ഹയർ ഒഫീഷ്യലിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ഇരിക്കുന്ന ആൾക്കാരെ ലിസ്റ്റ് കിട്ടണം. എങ്ങനെയാണ് ഇപ്പോൾ GM ആരാണ്, അതേമാതിരി ഓരോരുത്തരെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, ഓരോരുത്തരുടെ പവർ എങ്ങനെയാണ് വരുന്നത്, ഈ വിവരങ്ങളൊക്കെ അദ്ദേഹം കളക്ട് ചെയ്തിരിക്കണം. ലിസ്റ്റ് ഓഫ് പ്രിൻസിപ്പൽ ഒഫീഷ്യൽസിൻ്റെ
ലിസ്റ്റ് അദ്ദേഹം പ്രിപ്പയർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് അദ്ദേഹം വേണ്ടത് ഇൻസ്ട്രക്ഷൻ ടു ദ ക്ലയൻറ്റ്. ഓഡിറ്റ് വർക്ക് സ്മൂത്തായിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലയൻറ്റിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതായത് ക്ലയൻറ്റിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയാണ്. ഓഡിറ്റർ ഒരു ഔട്ട്സൈഡ് പേഴ്സൺ ആണ്. അദ്ദേഹം ആ കമ്പനിയിൽ പോയിട്ട് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കാര്യങ്ങളും എത്രത്തോളം കറക്റ്റാണെന്ന് വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് ആ ക്ലയൻറ്റിനോട് ഓഡിറ്റ് നടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതെന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ, ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ്ഡ് ആൻഡ് ബാലൻസ്ഡ്. അദ്ദേഹം ആദ്യം പറയേണ്ടത് നിങ്ങളെല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടും ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ആയിട്ടുണ്ടാവും, എല്ലാം ക്ലോസ് ചെയ്ത് അതിൻ്റെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം. ഫൈനൽ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഓഡിറ്റിന് മുന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എല്ലാം പ്രിപ്പയർ ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത് അദ്ദേഹം കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻ എന്താണെന്നുണ്ടെങ്കിൽ, ഓൾ ദി വൗച്ചേഴ്സ് ആർ പ്രോപ്പർലി അറേഞ്ച്ഡ് സീരിയൽ ആൻഡ് ഡേറ്റ് വൈസ്. അവിടെ നടന്നിട്ടുള്ള ഓരോ ട്രാൻസാക്ഷൻ്റെ വൗച്ചേഴ്സ് സീരിയൽ വൈസിൽ അറേഞ്ച് ചെയ്തിരിക്കണം. അതുപോലെ ഡേറ്റ് വൈസ് ആയിട്ടും അറേഞ്ച് ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗുഡ് വില്ല്, ഗുഡ്സ്, അതേപോലെ ഡൗട്ട്ഫുൾ ഡെപ്സ്, ബാഡ് ഡെപ്സ്, ഇങ്ങനത്തെ ഓരോ കാറ്റഗറൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. ലിസ്റ്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻഡിച്ചർ, പ്രീപെയ്ഡ്, അക്രൂഡ് ഇൻകം ആൻഡ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ എഴുതിയിരിക്കണം. ലിസ്റ്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എക്സ്പെൻസുകളുണ്ടോ, കൊടുക്കാനുള്ള ചിലവുകളുണ്ടോ, അതേമാതിരി മുൻകൂട്ടി പൈസ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കണം. ഡീറ്റെയിൽഡ് സ്റ്റോക്ക് ഷീറ്റ് ഇൻക്ലൂഡ് ദ മെത്തേഡ് ഓഫ് സ്റ്റോക്ക് വാല്യുവേഷൻ. നമ്മളെ കമ്പനിയിലുള്ള ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും. ആ സ്റ്റോക്ക് എങ്ങനെയാണ് ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ബാലൻസ് എത്രയാണെന്നുള്ളതും, അതുപോലെ ഏത് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തേണ്ടത് കമ്പനിയുടെ ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കാൻ പറയണം. നെക്സ്റ്റ് വരുന്നത് വേറെ ഒന്നുണ്ട്, ലിസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റിംഗ് ദെയർ കോസ്റ്റ് പ്രൈസ് ആൻഡ് മാർക്കറ്റ് പ്രൈസ്. എങ്ങനെയാണ് ഈ പ്രൈസ്, കോസ്റ്റ് പ്രൈസും മാർക്കറ്റ് പ്രൈസും വിലയിരുത്തിയെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. സർട്ടിഫൈഡ് ബ്രാഞ്ച് അക്കൗണ്ട്സ്, നമ്മളെ കമ്പനിക്ക് വേറെ വേറെ ബ്രാഞ്ചുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിരിക്കണം. ലിസ്റ്റ് ഓഫ് സർട്ടിഫൈഡ് ഗുഡ്സ് റിട്ടേൺ ആൻഡ് ഡിഫറൻസ് ബ്രാഞ്ച് ആൻഡ് ബൈ ദി ഏജൻറ്റ്. നമ്മളെ കമ്പനിയിൽ ഗുഡ്സ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു സെല്ലിംഗ് ഉള്ള കമ്പനിയിൽ റിട്ടേൺ ഉണ്ടായിരിക്കും, ഗുഡ്സ് റിട്ടേൺ ഉണ്ടാവും. അതേപോലെ തന്നെ സെയിൽ ചെയ്ത് സെയിൽസ് റിട്ടേൺ ഉണ്ടാവും, പർച്ചേസ് ചെയ്ത് പർച്ചേസ് റിട്ടേൺ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം വ്യക്തമായ ബുക്സിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. ലിസ്റ്റ് ഓഫ് ഓൾ ദി ഇൻപുട്സ് ടൈറ്റിൽഡ് ഡീഡ്സ്, ഇമ്പോർട്ടൻറ്റ് കോൺട്രാക്ട് ഡീഡ്സ്, അതെല്ലാം കമ്പനി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും എഗ്രിമെൻറ്റ്സോ കാര്യങ്ങളോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സൊക്കെ അദ്ദേഹം റെഡിയാക്കി വെക്കാൻ പറയണം. ലിസ്റ്റ് ഓഫ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് അത് റെഡിയാക്കി വെക്കാൻ പറയണം. പെർമനൻറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അത് റെഡിയാക്കി വെക്കണം. ചുരുക്കി പറഞ്ഞാൽ വരവ് ചിലവ് കണക്കുകൾ ഈ പറഞ്ഞിട്ട് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അങ്ങനത്തെ എല്ലാ വിവരങ്ങളും അദ്ദേഹത്തിന് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറയണം. പിന്നെ അവിടുത്തെ ഡയറക്ടേഴ്സ്, മാനേജേഴ്സ്, അവരെ പേര്, അഡ്രസ്സ്, അവരുടെ ഡെസിഗ്നേഷൻ എന്താണെന്നുള്ളതും അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഫസ്റ്റ് ഓഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ പ്രോസ്പെക്ട്സ്, കോൺട്രാക്ട്സ്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ഈ കമ്പനി റെഡിയാക്കി വെക്കണം. ഇത്രയും വിവരങ്ങൾ ഇൻസ്ട്രക്ഷൻ ടു ദ ക്ലയൻറ്റ്, ഈ ഓഡിറ്റർ എന്ത് ചെയ്യും, ക്ലയൻറ്റിനോട് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറയും. ഇനി അതിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പാണ്, പ്ലാനിങ് ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് ആൻ ഓഡിറ്റ് പ്രോഗ്രാം. ഒരു ഓഡിറ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സുകളായിട്ട് നമ്മൾ പറയും ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളത്. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് പ്ലാൻ ഫോർ ഓഡിറ്റ് വർക്ക്. ഒരു ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാനിങ് പ്രോസസ്സ്. അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതിയിട്ട് ഇങ്ങനെയൊക്കെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി അദ്ദേഹം എഴുതിയിട്ടുണ്ടാവും. ആ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യും. അതാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളത്. അത് അദ്ദേഹം പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം അദ്ദേഹം ചെയ്യേണ്ടത് സിസ്റ്റം ഓഡിറ്റ്. സിസ്റ്റം ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ പോലെയല്ല, എല്ലാം മാനുവലി റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റമല്ല. പല കമ്പനികളും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യുന്നതാണെന്ത് സിസ്റ്റം ഓഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ അദ്ദേഹം എങ്ങനെയാണ് അവിടെ ഒരു എൻട്രി കൊടുത്താൽ അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതും, അത് സ്റ്റോർ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും, അതല്ല ആ ഡാറ്റ നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യമുള്ള സമയത്ത് അത് റിട്രീവ് ചെയ്യാം, തിരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും, പിന്നെ എങ്ങനെയാണ് ഓരോ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതെന്നുള്ള വിവരങ്ങളൊക്കെ അദ്ദേഹം വെരിഫൈ ചെയ്യണം. പക്ഷേ ഈ സിസ്റ്റം ഓഡിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അദ്ദേഹം മെയിൻ ഓഡിറ്റിലേക്ക് പോവുക. കാരണം എന്താണെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ ഓട്ടോമാറ്റിക്കലി
എല്ലാ ഡാറ്റ ട്രാൻസാക്ഷൻസ് നടത്തുന്നത് ഈ സിസ്റ്റം വഴി ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പ്രോസസ്സ് എന്നുള്ളത് ആദ്യം വിലയിരുത്തിയതിന് ശേഷമാണ് അദ്ദേഹം അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഔട്ട്പുട്ടുകളെ പറ്റിയിട്ട് ഫൈനാൻഷ്യൽ ഡോക്യുമെൻസിനെ പറ്റിയിട്ട് നോക്കുക. അപ്പോൾ സിസ്റ്റം ഓഡിറ്റ് അദ്ദേഹം ആദ്യം നടത്തുന്ന ഓഡിറ്റ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഡിറ്റ് വർക്ക്. ഒരു ഓഡിറ്റർക്ക് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് വലിയൊരു കമ്പനീൻ്റെ എല്ലാ ട്രാൻസാക്ഷനും നടത്താൻ കഴിയില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ 100 200 ഒരു 1000 സെയിൽ പെർ ഡേ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്ര ഇൻവോയ്സും വൗച്ചറും കാര്യങ്ങളൊന്നും വെരിഫൈ ചെയ്യുക ഒരു ഓഡിറ്റർക്ക് ഒരിക്കലും പോസിബിൾ അല്ല. ഈ ഓഡിറ്റിംഗ് നടത്തുക മിക്കവാറും എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് സത്യത്തിൽ ഓഡിറ്റിംഗ് നടത്തുക സാധാരണ കേസിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസാകുന്ന സമയത്ത് ഒരു ഓഡിറ്ററെ കൊണ്ട് ഇത്രയും ഡാറ്റാസ് ഒരിക്കലും നോക്കാൻ കഴിയില്ല. അപ്പോൾ ആ സമയത്ത് ഓഡിറ്റർ എന്ത് ചെയ്യും, ഓഡിറ്റിന് അസിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് അസിസ്റ്റൻസ് ഉണ്ടാവും. അതിൽ സീനിയർ അസിസ്റ്റൻസ് ചെയ്യുന്നവർ അവരനുസരിച്ചുള്ള ജോലി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും, അവരെ വർക്ക് അതിനനുസരിച്ച് അലോക്കേറ്റ് ചെയ്യും. ജൂനിയർ അസിസ്റ്റൻസിന് അതിനനുസരിച്ചുള്ള ജോലി അലോക്കേറ്റ് ചെയ്യും. അതിന് ശേഷം ഇതെല്ലാം ഓഡിറ്റർ സൂപ്പർവൈസ് ചെയ്യും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓഡിറ്റർ പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് അദ്ദേഹം പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നോക്കും ഇത് എത്രത്തോളം എഫിഷ്യൻ്റ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 ടൈപ്പ് ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ക്വാളിഫൈഡ് റിപ്പോർട്ടാണ്, അൺക്വാളിഫൈഡ് റിപ്പോർട്ടാണ്. അപ്പോൾ അത് ഏത് രീതിയിൽ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓഡിറ്റിംഗ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിച്ചിട്ട് ആർക്കാണോ അപ്പോയിൻറ്റ് ചെയ്തത്, ഇപ്പോൾ ഒരു പാർട്ണർഷിപ്പ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിനായിരിക്കും ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതല്ല ഓരോ പർപ്പസ് ഉണ്ടാവുമല്ലോ ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ അപ്പോയിൻറ്റ് ചെയ്ത ആരാണോ അവർക്കാണ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ട് ചെയ്യും. ഇത്രയാണ് ഒരു ഓഡിറ്റ് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ്. ഓഡിറ്റിംഗ് നടത്തുന്നതിന് മുന്നായിട്ട് പ്രീ അറേഞ്ച്മെൻറ്റ് നടത്തുകയാണ് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്സ്, 16 സ്റ്റെപ്സ്. ഇതെല്ലാം പ്രീ പ്ലാൻ ചെയ്യും. ഈ സംഭവമാണ് പ്രീ അറേഞ്ച്മെൻ്റ് ആണ് സത്യത്തിൽ ഓഡിറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ഇത്രയും 16 സ്റ്റെപ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അദ്ദേഹം ഓഡിറ്റിങ്ങിലേക്ക് നടക്കുക. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഇവിടെ ഒരു പോയിൻ്റ് പറഞ്ഞിട്ടുണ്ട്, ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെയാണ് ഓഡിറ്റ് നടക്കുക എന്നുള്ളത് ഒരു ഡീറ്റെയിൽഡ് പ്ലാനിങ് നടത്തുകയാണ്. അത് റിട്ടേൺ ആയിട്ട് എഴുതി വെക്കുന്ന പ്രോസസ്സാണ് ഓഡിറ്റ് പ്രോഗ്രാം. അതാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ 16 സ്റ്റെപ്പ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.